അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്സ് ഉപ്മാവാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാണ് റോൾഡ് ഓട്സ്. ഈ ഓട്സ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയാൽ കുഴഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. റോൾഡ് ഓട്സ് ആണ് ഉപ്മാവ് ഉണ്ടാക്കാൻ വളരെ നല്ലത്. ഈ ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള വലിയ പാനിൽ 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ പാകത്തിനുള്ള വലിയ പാന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ പാന് എടുത്താൽ നമുക്ക് ഇളക്കാനുള്ള സൗകര്യം കാണില്ല. അപ്പോൾ ഉപ്മാവ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ പാന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ഓട്സ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം ആവുമ്പോൾ ഓട്സ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങാം. പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം. ലോയിൽ വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് നിലക്കടല ചേർക്കാം. നിലക്കടല ചേർത്താൽ ഉപ്മാവ് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. കടല കരിഞ്ഞു പോവരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി 1 ടേബിൾ സ്പൂണ് പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും ചേർക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർക്കാം. അല്പം ഉപ്പും ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നേരിയതാക്കി മുറിച്ച് ചേർക്കാം. ക്യാരറ്റ് ഒരുപാട് വേവ് ഒന്നും വേണ്ട. 2 മിനിറ്റ് ഇളക്കി കൊടുത്താലും മതി. ഇനി ഇതിൽ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ചേർക്കാം. ഒന്നര ഗ്ലാസ് ഓട്സ് ആണ് എടുത്തത്. 1.5 ഗ്ലാസ് ഓട്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഓട്സ് വേവിച്ചെടുക്കേണ്ടത്. സാധാരണ ഓട്സ് ആണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം കൂട്ടരുത്. ലോയിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഉപ്മാവ് ശരിക്ക് വെന്തിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് പശു നെയ്യ് ചേർക്കാം. പശു നെയ്യ് ചേർത്താൽ ഉപ്മാവിന് പ്രത്യേകം ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുറച്ച് പുളിനാരങ്ങ നീര് കൂടി ചേർക്കണം. ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. 1 പുളിനാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞൊഴിക്കണം. ഇപ്പോൾ ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. കുഴഞ്ഞു പോവാതെ വിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.